പലപ്പോഴും അതിനുവേണ്ടിയുള്ള സമരത്തിന് ഇറങ്ങിയാലേ കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഈ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരികയാണ്. പൊതുവെ പറഞ്ഞാൽ ഇവിടെ സംതൃപ്തമായിട്ടുള്ള ഒരു തൊഴിൽ ചെയ്യുന്ന ആളുകൾ പോലും ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഏത് മേഖല എടുത്തു നോക്കിയാലും, വിദ്യാഭ്യാസ മേഖല എടുത്തു നോക്കിയാൽ, ആതുര ശുശ്രൂഷ മേഖല എടുത്തു നോക്കിയാൽ, ഒരു കാര്യം സൂചിപ്പിച്ചുകൊള്ളട്ടെ, ജീവിക്കുവാനുള്ള അവകാശം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ആ ജീവിക്കുവാനുള്ള അവകാശം നിഷേധിക്കപ്പെടുമ്പോഴാണ് പ്രതികരിക്കേണ്ടി വരുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അവകാശം എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. നമ്മൾ ജന്മം കിട്ടിയാൽ സമൂഹത്തിൽ നമ്മൾ ജീവിക്കും, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാൻ, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാൻ വേണ്ടിയല്ല നമ്മൾ ജനിച്ചത് എന്ന് ഓർമ്മപ്പെടുത്തുവാനുള്ള അവസരമായി ഇതിനെ കാണുകയാണ്. മതേതരത്വം നടപ്പിലാക്കണമെന്നുള്ള ആ സത്യം നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം. എന്നിട്ടോ JB കോശി കമ്മീഷൻ ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി, ക്രൈസ്തവ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയെങ്കിൽ പോലും അതൊന്ന് പഠിക്കുന്നതിനോ നടപ്പിലാക്കുന്നതിനോ യാതൊരു നടപടിയും തുല്യമായിട്ട് ജീവിക്കുവാനുള്ള ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും ഒരുമിച്ച് ഏകോദര സഹോദരങ്ങൾ ജീവിക്കുവാനുള്ള സാഹചര്യം ഉള്ള ഒരു ഭരണ സംവിധാനമുള്ള ഈ രാജ്യത്ത് ഇന്ന് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന മതപീഡനങ്ങൾ, ന്യൂനപക്ഷ ആക്രമണങ്ങൾ കണ്ടാൽ മൃഗാക്രമണത്തിന്റെ കാര്യം ഇവിടെ പറയുകയുണ്ടായി. നമ്മുടെ ഈ പാലാ പോലെയുള്ള രാമപുരം പോലെ പ്രദേശത്ത് അതത്ര ബാധകമല്ല. പക്ഷെ ഞങ്ങൾ കടന്നു വന്ന വഴിയോരങ്ങൾ, പ്രത്യേകിച്ച് മലബാറിന്റെയും ഹൈറേഞ്ചിന്റെയും മറ്റ് മലമടക്കുകളിൽ നിരവധി അമ്മമാർ ഈ യാത്രയിൽ കടന്നു വന്നിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ യാത്രയോട് നമ്മളുടെ പൊതുസമൂഹം കാണുന്ന പ്രതീക്ഷ നമുക്ക് ദർശിക്കുവാൻ സാധിച്ചു. ഈ യാത്ര ആരംഭിച്ചത് ഒക്ടോബർ മാസം 13-ാം തീയതിയാണ്. കാസർഗോഡിന്റെ മണ്ണിൽ ഈ യാത്ര ആരംഭിച്ച അന്നേ ദിവസം നമ്മൾ വാർത്തകൾ കണ്ട ഒരു വാർത്തയുണ്ട്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതൃത്വത്തിൽ എത്തിച്ചേരണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കടന്നു വന്ന വഴിയിൽ ഇവിടെ നമ്മൾ സ്വീകരിച്ചതുകൊണ്ട് മാത്രം അവസാനിപ്പിക്കാതെ എല്ലാവരും പാലായിലേക്ക് എത്തിച്ചേരണമെന്ന്